കുറച്ച് സംഖ്യകളുടെ ഗുണനഫലം 1155. ആ സംഖ്യകളുടെ തുക 27 സംഖ്യകൾ കാണുക. ഇത് 22/11/22 നടന്ന സബ് ഇൻസ്പെക്ടർ മെയിൻസ് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കേട്ടോ. നമുക്ക് കുറച്ച് സംഖ്യകളുണ്ട്, ആ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 1155 കിട്ടും. ആ സംഖ്യകളെല്ലാം കൂടി കൂട്ടിയാൽ 27 കിട്ടും. സംഖ്യകൾ കാണണം. അപ്പോൾ നമ്മളിത് ഗുണനഫലം എടുക്കുക 1155. അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, അതായത് അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതുക. അഭാജ്യ സംഖ്യകൾ കൊണ്ട് മാത്രം ഹരിക്കുക, പ്രൈം നമ്പേഴ്സ് കൊണ്ട് മാത്രം ഹരിക്കുക. ഇപ്പോൾ 1155 നമ്മൾ ആദ്യം 5 കൊണ്ട് ഹരിച്ചു. 25 10 ശിഷ്ടം 1, 15 5 15, 5 1 5 231 കിട്ടി. നമുക്ക് ഇനി 3 കൊണ്ട് ഹരിക്കാം. 23 7 3 21, ശിഷ്ടം 2, 21 7 3 21, 77 കിട്ടി. ഇനി നമുക്ക് 7 കൊണ്ട് ഹരിക്കാം. 11 7 77. ഇനി നമുക്ക് 11 കൊണ്ട് ഹരിക്കാം. 1 കിട്ടി. ഇങ്ങനെ 1 എത്തണ വരെ ഹരിച്ചു. അപ്പോൾ നമുക്ക് 1155 നമ്മൾ എന്ത് ചെയ്തു? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. ഇനി ഈ സംഖ്യകളെല്ലാം കൂടി കൂട്ടി നോക്കുക. നമുക്ക് ഈ സംഖ്യകളെല്ലാം കൂടി കൂട്ടി നോക്കുക. 5 3 7 11 1. 5 + 3 + 7 + 11 + 1. 5 3 8 8 7 15, 15 10 21 26 1 27. ഇവിടെ പറയേണ്ട സംഖ്യകളുടെ തുക 27. അപ്പോൾ നമ്മളത് ശരിയായി. ഈ സംഖ്യകൾ കൂട്ടുമ്പോൾ 27 കിട്ടുന്നുണ്ട്. ഇനി ഈ സംഖ്യകൾ ഗുണിച്ചാൽ 1155 എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. കാരണം ഈ 1155 നമ്മൾ ഈ സംഖ്യകൾ കൊണ്ട് ഹരിച്ചിട്ടാണല്ലോ കിട്ടിയിരുന്നത്. അപ്പോൾ ഈ സംഖ്യകളെല്ലാം കൂടി ഗുണിച്ചാൽ 1155 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സംഖ്യകൾ കിട്ടി. ഏതൊക്കെയാണ് സംഖ്യകൾ? 1 3 5 7 11. ഇതെല്ലാമാണ് സംഖ്യകൾ. 9 ഘാതം x - 3 = 27 ഘാതം 4 - x ആയാൽ എക്സിൻ്റെ വില കാണുക. ഇത് 22/11/22 നടന്ന സബ് ഇൻസ്പെക്ടർ മെയിൻസ് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കേട്ടോ. നമുക്ക് 9 ഘാതം x - 3 = 27 ഘാതം 4 - x എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമത്തിൻ്റെ ഇരുവശത്തും പാദസംഖ്യകൾ വ്യത്യസ്തമാണ്. സമത്തിൻ്റെ ഇരുവശത്തും പാദസംഖ്യകൾ, ഇവിടെ ബേസ് 9 ആണ്, ഇവിടെ ബേസ് 27 ആണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ തുല്യപ്പെടുത്തണം കണക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന്. അപ്പോൾ ഈ 9നെ നമുക്ക് 3² എന്ന് എഴുതാം. 9നെ 3² എന്ന് എഴുതാം. 27നെ 3³ എന്ന് എഴുതാം. 27നെ 3³. അപ്പോൾ ഇപ്പോൾ രണ്ടിടത്തും ഇവിടെ 3 ആയി വരുന്നുണ്ട്. അപ്പോൾ 9ന് 3² എന്ന് എഴുതി. എന്നിട്ട് അതിൻ്റെ കൃത്യംഗം x - 3 എന്ന് എഴുതണം. അപ്പോൾ ഇതിന് 3² ഘാതം x - 3. അതുപോലെ ഇവിടെ 27ന് 3³ എന്ന് എഴുതി. അതിൻ്റെ കൃതി 4 - x. നമുക്ക് ഇത് ഇടതുവശം നോക്കൂ. ഇത് a ഘാതം m ഹോൾ ഘാതം n, a ഘാതം m × n. ഈ കൃത്യംഗ നിയമം അനുസരിച്ച് ചെയ്യാം. a ഘാതം m ഹോൾ ഘാതം n, a ഘാതം m × n കൃതികൾ തമ്മിൽ കുളിച്ചു. അതുപോലെ 3 ഘാതം 2 ഹോൾ ഘാതം x - 3 നമുക്ക് എന്തെഴുതാം? 3 ഘാതം ഈ കൃതികൾ തമ്മിൽ കുളിക്കുക. 2 × x - 3 സമം. ഇതുപോലെ വലതുവശത്ത് എന്ത് ചെയ്യാം? 3 ഘാതം കൃതികൾ തമ്മിൽ കുളിക്കുക. 3 × 4 - x. ഇപ്പം എന്തായി? ഇരുവശത്തും ബേസ് ഈക്വലായി, പാദസംഖ്യകൾ തുല്യമായി. പാദസംഖ്യകൾ തുല്യമെങ്കിൽ കൃത്യംഗങ്ങളും തുല്യമായിരിക്കും. ബേസ് ഈക്വൽ ആണെങ്കിൽ എക്സ്പൊണൻസും ഈക്വൽ. അപ്പോൾ ഇവിടുത്തെ എക്സ്പൊണൻ്റ് എന്താ? 2 × x - 3 സമം. ഇവിടുത്തെ എക്സ്പൊണൻ്റോ 3 × 4 - x. 2 കൊണ്ട് 2നെയും ഗുണിക്കുക. 2 കൊണ്ട് 2നെയും ഗുണിക്കുക. 2 × x 2x, 2 × -3 -6. അപ്പോൾ ഇവിടെ എന്ത് വരും? 2x - 6 സമം. അതുപോലെ വലതുവശം 3 × 4 12, 3 × -x -3x. ഇനി എക്സ് ഒക്കെ സമത്തിൻ്റെ ഒരു വശത്തും സംഖ്യകൾ മറുവശത്തും. എക്സ് സമത്തിൻ്റെ ഒരു വശത്ത് സംഖ്യകൾ മറുവശത്ത്. അപ്പോൾ ഇവിടെ 2x ഉണ്ട്. -3x ഇങ്ങോട്ട് എഴുതി, +3x. അപ്പോൾ 2x + 3x സമം. വലതുവശത്ത് 12 ഉണ്ട്. ഇടതുവശത്ത് -6 അങ്ങോട്ട് എഴുതുമ്പോൾ +6. 2x + 3x കൂട്ടിയ 5x സമം 12 6 കൂട്ടിയ 18. 5x സമം 18 ആണ്. x സമം 18/5. 5213 എത്ര കൂട്ടിയാൽ 15 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും? 5213 15 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ കഴിയില്ല. 5213 15 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ 5213 15 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. 5213 കൂടെ എത്ര കൂടിയാൽ ആ സംഖ്യ 15 കൊണ്ട് നിശേഷം ഹരിക്കാമെന്ന് കാണണം.
അതിന് നമ്മൾ ആദ്യം 5213 15 കൊണ്ട് ഹരിക്കുക. 5213 15 കൊണ്ട് ഹരിക്കുക. 52 3 15 45 ശിഷ്ടം 7. 52 45 കുറച്ച് 7. അടുത്തൊക്കെ ഇറക്കിയിട്ടു 1. 71 4 15 60. 71 60 കുറച്ച് കഴിഞ്ഞാൽ 11 എന്ന് വരും. അടുത്തൊക്കെ ഇറക്കിയിട്ടു 3. അപ്പം 113. 7 15 105 കുറയ്ക്കുമ്പോൾ 8 എന്ന് വരും. 113 105 കുറച്ച് 8. ഇനി ഇവിടെ ഇറക്കിയിടാനൊന്നുമില്ല. അപ്പോൾ ഈ 8 ശിഷ്ടം. അതായത് 5213 15 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ശിഷ്ടം വരുന്നുണ്ട്. ഈ 8ൻ്റെ കൂടെ ഒരു 7 കൂടി ചേർന്നാൽ 15 ആവും. 8ൻ്റെ കൂടെ ഒരു 7 കൂടി ചേർന്നാൽ 15 ആവും. അപ്പോൾ എന്താവും? നമുക്ക് 15 കൂടെ ഹരിക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടി 15 ഇവിടെ 15 വന്നാൽ ഒരു പ്രാവശ്യം കൂടി 15 ഉണ്ട്. അപ്പോൾ 15 കൊണ്ട് ഹരിക്കാൻ എന്താണ് കുറവ്? 8 ഉള്ളൂ. ഈ ഒരു 7ൻ്റെ കുറവുണ്ട്. അപ്പോൾ 7 കൂടി ചേർന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 15 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ ഉത്തരം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടുന്ന ശിഷ്ടം നമ്മൾ ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കണം അതിന് കുറയ്ക്കുക. 15 നെട്ട് കുറച്ച ഉത്തരം 7. വൃത്തസ്തംഭാകൃതിയിലുള്ള ഒരു ഗോപുരത്തിൻ്റെ ആരം 2.5 മീറ്റർ, ഉയരം 14 മീറ്റർ. ഇതിൻ്റെ വക്രമുഖം പെയിൻറ് ചെയ്യാൻ മീറ്റർ സ്ക്വയറിന് 2 രൂപ നിരക്കിൽ ചിലവ് എത്ര? വൃത്തസ്തംഭാകൃതി, വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ സിലിണ്ടറാണ്. വൃത്തസ്തംഭം സിലിണ്ടർ. വക്രമുഖം പെയിൻറ് ചെയ്യുക. വക്രമുഖം പെയിൻറ് ചെയ്യുക പറഞ്ഞപ്പോൾ നമ്മൾ വക്രമുഖ വിസ്തീർണം കാണുക. വക്രമുഖം പെയിൻറ് ചെയ്യുക, വക്രമുഖ വിസ്തീർണം, അതായത് കേർവ്ഡ് സർഫസ് ഏരിയ. വക്രമുഖ വിസ്തീർണം, കേർവ്ഡ് സർഫസ് ഏരിയ. സൂത്രവാക്യം 2πRh. ഇതിൽ R ആരം, H ഉയരം. R റേഡിയസ്, H ഹൈറ്റ്. വില കൊടുക്കുക 2 ഇൻറ്റു പൈയുടെ വില 22/7 ഇൻറ്റു ആരം 2.5 ഇൻറ്റു ഉയരം 14. നമുക്ക് ഈ 7 14 വെട്ടുമ്പോൾ 2 എന്ന് വരും. 7 14 വെട്ടിച്ചെടുക്കുമ്പോൾ മുകളിൽ 2 വരും. അപ്പോൾ 2 ഇൻറ്റു 22 ഇൻറ്റു 2.5 ഇൻറ്റു 2. ഇതിൽ നമുക്ക് ഈ 2 ഇൻറ്റു 2 4. 2 ഇൻറ്റു 2 4. 4 ഇൻറ്റു 25 100. 2 ഇൻറ്റു 2 4. 4 ഇൻറ്റു 25 100. അതിലൊരു സ്ഥാനം നീക്കുമ്പോൾ 10 വരും. 100-ലെ ഒരു സ്ഥാനം നീക്കുമ്പോൾ ഒരു 0 പോയിട്ട് 10 വരും. അപ്പോൾ 22 ഇൻറ്റു 10 220. ഇതെന്താണ്? വക്രമുഖ വിസ്തീർണം. അപ്പോൾ 220 മീറ്റർ സ്ക്വയർ. കാരണം നമുക്ക് തന്നിട്ടുള്ള അളവുകളൊക്കെ മീറ്ററാണ്. അപ്പോൾ വക്രമുഖ വിസ്തീർണം 220 മീറ്റർ സ്ക്വയർ. ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? 1 മീറ്റർ സ്ക്വയർ പെയിൻറ് ചെയ്യാൻ 2 രൂപ. 1 മീറ്റർ സ്ക്വയർ പെയിൻറ് ചെയ്യാൻ 2 രൂപ. ഇവിടെ എത്ര മീറ്റർ സ്ക്വയർ ഉണ്ട്? 220 മീറ്റർ സ്ക്വയർ ഉണ്ട്. അപ്പോൾ 1 മീറ്റർ സ്ക്വയറിന് ചിലവ് 2 രൂപ. ആകെ ചിലവ് കാണാൻ ആകെ എത്രയാണ് വിസ്തീർണം? 220 മീറ്റർ സ്ക്വയർ. 220 ഇൻറ്റു 2 ഗുണിക്കുമ്പോൾ 440 രൂപയാണ് ചിലവ് വരിക. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എത്ര ഭാഗമാണ് അഭാജ്യ സംഖ്യകളുടെ എണ്ണം? 1 മുതൽക്ക് 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എഴുതുക. 1 മുതൽക്ക് 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ. 1 to 20 എണ്ണൽ സംഖ്യകൾ. 1 2 3 4 അങ്ങനെ 20 വരെ എത്ര ഉണ്ട്? 1 മുതൽക്ക് 20 വരെ 20 എണ്ണൽ സംഖ്യകളുണ്ട്. ഇനി ഇതിലത്തെ അഭാജ്യ സംഖ്യകൾ നോക്കുക. ഏത്? 1 മുതൽക്ക് 20 വരെ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 2 3 5 7 11 13 17 19. അപ്പോൾ 1 മുതൽക്ക് 20 വരെ ഏതൊക്കെ അഭാജ്യ സംഖ്യകൾ? ഈ എഴുതിയതാണ്. 2 3 5 7 11 13 17 19. ഇതിൽ എത്ര ഉണ്ടോ നോക്കുക. 1 2 3 4 5 6 7 8 അഭാജ്യ സംഖ്യകളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 മുതൽക്ക് 20 വരെ ആകെ എത്ര എണ്ണൽ സംഖ്യയുണ്ട്? 20 എണ്ണം. അതിൽ അഭാജ്യ സംഖ്യ എത്ര ഉണ്ട്? 8 എണ്ണം. അപ്പോൾ അഭാജ്യ സംഖ്യ എത്ര ഭാഗമുണ്ട് ചോദിച്ചാൽ അഭാജ്യ സംഖ്യകളുടെ എണ്ണത്തെ ആകെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അഭാജ്യ സംഖ്യകൾ എത്ര ഭാഗം എന്ന് ചോദിച്ചാൽ അഭാജ്യ സംഖ്യകളുടെ എണ്ണത്തെ ആകെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഉത്തരം 8/20. 4 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ 24 8 14 20. ഉത്തരം 2/5. 2 സംഖ്യകളുടെ വ്യത്യാസം 20. അവയുടെ തുകയുടെ 1/5 ഭാഗം 28. സംഖ്യകൾ ഏവ? നമുക്ക് 2 സംഖ്യകൾ എക്സും വൈയും എന്നെടുക്കുക. സംഖ്യകൾ എക്സും വൈയും. സംഖ്യകളുടെ വ്യത്യാസം 20, അതായത് x - y = 20. അടുത്തത് അവയുടെ തുകയുടെ 1/5 ഭാഗം. അവയുടെ തുക പറഞ്ഞാൽ കൂട്ടുക. 1/5 ഭാഗം കാണാൻ പറഞ്ഞാൽ 1/5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ തുക എന്ന് പറയുമ്പോൾ എന്ത് വരും? x + y. തുകയുടെ 1/5 ഭാഗം 1/5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1/5 ഇൻറ്റു x + y. അത് എത്രയാണ്? 28 നമുക്ക് ഈ സമവാക്യത്തിൽ ഈ ഇൻറ്റു 1/5 സമത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോകുക. ഇൻറ്റു 1/5 സമത്തിൻ്റെ വലത്തോട്ട്. അപ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് വിൽക്രമം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ എന്താ? x + y സമം ഇവിടെ 28 ഉണ്ട്. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 5/1.
28 × 5 140 എന്ന് വരും. ബൈ 1 എന്ന് പറയുമ്പോൾ മാറ്റം വരില്ല, 140. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് വൈ സമം 140. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി നമുക്ക്. എക്സ് മൈനസ് വൈ സമം 20, എക്സ് പ്ലസ് വൈ സമം 140. ഈ രണ്ട് സമവാക്യങ്ങളും കൂടി നമ്മൾ കൂട്ടുക. രണ്ട് സമവാക്യങ്ങളും കൂട്ടുക. ഒരെക്സും കൂട്ടിയാൽ 2x, ഒരെക്സും കൂട്ടിയാൽ 2x. നെഗറ്റീവ് വൈ പോസിറ്റീവായി കൂട്ടിയാൽ 0 ആയി പോയി. നെഗറ്റീവ് വൈ പോസിറ്റീവായി കൂട്ടിയാൽ 0 ആയി പോയി. 140 ഉം 20 ഉം 160. 140 ഉം 20 ഉം 160. ഇപ്പോൾ 2x സമം 160, എക്സ് സമം 160/2 80. നമുക്ക് ഒരു സംഖ്യ കിട്ടി. ഇനി നമ്മൾ ഇതിലത്തെ ഏതെങ്കിലും ഒരു സമവാക്യം എടുത്ത് എഴുതുക. ഇതിലത്തെ ഈ സമവാക്യത്തെ ഏതെങ്കിലും ഒന്ന് എടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ സമവാക്യം എക്സ് പ്ലസ് വൈ സമം 140 എടുത്ത് എഴുതി. അതിൽ ഈ എക്സിൻ്റെ വില കൊടുക്കുക. എക്സ് എത്ര? 80 അല്ലേ? ഇപ്പോൾ എക്സിന് പകരം 80 + വൈ സമം 140. വൈ കാണാൻ 140 - 80. 140 - 80 കുറച്ച ഉത്തരം 60. -1 ഘാതം 2 + -1 ഘാതം 3 + -1 ഘാതം 4 + -1 ഘാതം 5ൻ്റെ വില കാണുക. നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട തത്വം, -1ൻ്റെ കൃതി ഒറ്റ സംഖ്യ വന്നാൽ, -1ൻ്റെ കൃതി ഓഡ് നമ്പർ വന്ന ഉത്തരം -1. -1ൻ്റെ കൃതി ഇരട്ട സംഖ്യ വന്ന, -1ൻ്റെ കൃതി ഈവൺ നമ്പർ വന്ന ഉത്തരം +1. ഈ തത്വമാണ് നമ്മൾ ഈ കണക്ക് ചെയ്യാൻ പ്രയോജനപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ഇതാദ്യം -1 സ്ക്വയർ. ഇപ്പോൾ ഇവിടെ കൃതി എന്താ? ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ വരുമ്പോൾ +1. അപ്പോൾ ഈ -1 സ്ക്വയർ പറയുന്നത് എത്രയാണ്? +1 കൂട്ടണം -1 ക്യൂബ്. ഇപ്പോൾ കൃതി ഒറ്റ സംഖ്യയായി. അപ്പോൾ എന്താ? -1. അപ്പോൾ പ്ലസ് -1 പ്ലസ് -1 ഘാതം 4 വീണ്ടും ഇരട്ട സംഖ്യ. അപ്പോൾ +1 പ്ലസ് +1 പ്ലസ് -1 ഘാതം 5. ഇവിടെ ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യ വരുമ്പോൾ -1. അപ്പോൾ പ്ലസ് -1. അപ്പോൾ എന്ത് കിട്ടി? +1 പ്ലസ് -1 പ്ലസ് +1 പ്ലസ് -1. ഈ +1 -1 കൂടി കൂട്ടിയാൽ 0ആണ്. +1 -1 0. ഈ +1 -1 കൂട്ടിയാലും 0ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഉത്തരം 0.